സ്നേഹമുള്ള എല്ലാ ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ ചിരിക്കാനുള്ള മണിക്കൂറുകൾ ദാ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുവായി. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ നല്ലൊരു അഡാർ ഐറ്റമായിട്ട് ഇനി ആരാ വരുന്നതെന്ന് അറിയാവോ? നമ്മുടെ സ്വന്തം ടീം പത്തനംതിട്ട. കയ്യടി. ലെറ്റ്സ് വെൽക്കം രാജേഷ് കൊട്ടാരത്തിൽ, ഹരിചേട്ടൻ ആൻഡ് സതി ചേട്ടൻ. വേറെ കൊക്ക മുതൽ ചുടല വരെ ചുമടും താങ്ങി ദുഃഖത്തിൻ കണ്ണീർ പന്തലിൽ നിൽക്കുന്നവരെ. എല്ലാവരും ഒന്ന് കേൾക്കണം. ഞാൻ രണ്ട് കടക്കാരൻ. ഒന്ന് ഈ കടയൻ്റെ, പിന്നെ സാമ്പത്തികമായ കടം. രണ്ട് കടക്കാരനാണ് ഞാൻ. ഇവിടെ കച്ചവടം തുടങ്ങാൻ കാരണം ഞാൻ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാറുണ്ട്. ഇവിടെ വന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ചാടിച്ചാവും. അപ്പം പിന്നെ അത് ആ ഒരു ശല്യമില്ല. പിന്നെ ചാകാൻ വരുന്നവന് യാതൊരു കുറ്റവും പറത്തില്ല, ആഹാരം കൊള്ളത്തില്ലെന്ന്. അങ്ങനെ ചില ഗുണങ്ങളുണ്ട് ഇവിടെ കട വെച്ചാൽ. എന്തായാലും ഇന്ന് അങ്ങോട്ട് തുടങ്ങാൻ രാവിലെ. ആ വെള്ളം ഓക്കെ. ആ ഓ ഹലോ. ആ അടി എന്തിയേ? അച്ഛനെന്തിയേ? കുഞ്ഞിന് ചോറ് കൊടുക്കാൻ പറയണേ. ആ എപ്പോ? അയ്യോ അതറിഞ്ഞില്ലല്ലോ. വെച്ചേ ഞാൻ വിളിച്ചോളാം. കുഞ്ഞിന് ചോറ് കൊടുക്കണം എന്ന് അമ്മായിപ്പനോടൊന്ന് പറഞ്ഞാൽ. ചോറും പപ്പടം പൊടിച്ചും കൂടെ കൊടുക്കണം എന്നാ പറഞ്ഞത്. ചോറ് വിളം വെച്ചിട്ട് പപ്പടം കൊണ്ട് മില്ലിൽ പോയേക്കുവാ പൊടിക്കാൻ. എന്താ പൊട്ടനാ അത്? അരകല്ല വെച്ച് പൊടിക്കത്തില്ല. ഞാനുണ്ടായിരുന്നു അങ്ങനെ ചെയ്തേ. ഒന്നും തിരിയുന്നില്ല. എന്തുവാടാ? കയറെന്തിനാ? കയറ് നല്ല താഴ്ച കാണത്തില്ല. പിന്നെ നല്ല താഴ്ച ഉണ്ട്. എനിക്ക് എളി കെട്ടിയിട്ട് ഇവിടെ കെട്ടി താഴെ പതുക്കെ ഇറങ്ങാനാ. ഒരുപാട് ഉയരത്തുനിന്ന് എനിക്ക് ചാടണ്ട. പതുക്കെ ചെന്നിട്ട് തത്താ മതി. അവിടുന്ന് ബാക്കി ചാടിയാ ബാക്കി ചട്ട്. എന്താ പ്രശ്നം? അമ്മ പണിക്ക് പോകാൻ പറയുവാ. ആര്? എന്നോട് അമ്മ പറയാ പണിക്ക് പോവാ. എന്തോ തള്ളേ അവര്? എനിക്കറിയാൻ വയ്യ. ഇങ്ങനെ കാണിക്കുന്നത്. അച്ഛനാണെങ്കിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കത്തില്ല. ആര്? എന്റെ അമ്മ. എന്തോ തള്ളേ അവര്? എനിക്കറിയാൻ വയ്യ. മിക്ക ദിവസമാണെങ്കിൽ അച്ഛൻ വെള്ളം കുടിക്കാതെ കിടക്കുന്നേ. അതെന്നാ? എനിക്കറിയാൻ വയ്യ. ഞാനും അച്ഛനും പണിക്ക് പോകത്തില്ല. അമ്മയാണെങ്കിൽ പണിക്ക് പോകും. എന്തോ തള്ളേ അവര്? എനിക്കറിയാൻ പറ്റിയ. പണിക്ക് പോയിട്ട് വന്നിട്ട് മിക്ക ദിവസം അമ്മ ചിക്കനും കപ്പയും മേടിക്കും. വീട്ടിൽ കൊണ്ടുവന്ന് വേവിച്ചിട്ട് അമ്മ കുളിക്കാൻ പോകും. എന്തോ തള്ളേ അത്? എനിക്കറിയാൻ വയ്യ. അമ്മ കുളിക്കാൻ പോകുന്ന സമയം കൊണ്ട് എന്തോ തള്ളേ ഇത്? എനിക്കറിയാൻ വയ്യ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മയെ കുറിച്ച് പറഞ്ഞു വരുന്നല്ലേ ഉള്ളൂ. എന്നിട്ട് അവര് കുളിക്കാൻ പോകും. കുളിക്കാൻ പോകുന്ന സമയം കൊണ്ട് ഞാനും അച്ഛനും കൂടെ ഈ കപ്പയും ചിക്കനും മൊത്തം കഴിക്കും. എന്തോ തന്തയാ ഇത്? എനിക്കറിയാൻ വയ്യ. എന്നിട്ട് അമ്മ കയറി വരുമ്പോ ഒന്നും കാണത്തില്ല. എന്തോ തള്ളേ ഇത്? എനിക്കറിയാൻ വയ്യ. എന്നിട്ട് അമ്മ വിശന്നിരുന്ന അമ്മ എന്നിട്ട് വീട്ടിൽ വെള്ളം മൊത്തം കുടിച്ച് പട്ടിണി മാറ്റിയിട്ടാ കിടക്കുന്നത്. രാത്രി അച്ഛൻ വെള്ളം കുടിക്കാൻ പോകുന്നത് നോക്കുമ്പോ അടുത്ത് വെള്ളം കാണത്തില്ല. അച്ഛന് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ അച്ഛൻ കിടക്കും. അമ്മ കൊടുക്കത്തില്ല. ചാപ്പാട് മൊത്തം തന്റെ മോനും കൂടെ തിന്നും. എന്നിട്ട് വെള്ളം കൂടെ കൊടുക്കാൻ കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം ആണെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര പനിയായിരുന്നു. എന്തോ തള്ളേ ഇത്? എനിക്കറിയാം. ഞാൻ പനിന്നാ പറഞ്ഞേ. അപ്പം പനി ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പം അച്ഛൻ്റെ അടുത്ത് അമ്മ പറഞ്ഞ് നാളെ മുതൽ പണിക്ക് പോണേ മനുഷ്യാന്ന് പറഞ്ഞു. അച്ഛൻ നേരം വെളുത്തപ്പോഴേ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് പോയി നാട് വിട്ടുപോയി. എവിടെ പോയി? ആ പണിക്ക് പോകാൻ പറഞ്ഞാൽ നാട് വിട്ടുപോയി. എന്തോ തന്തയാ ഇത്? എനിക്കറിയാൻ വയ്യ. 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ ക്ലബിന്റെ പരിപാടിയായിരുന്നു. അപ്പൊ ഒരു ചാക്കാരി ഞങ്ങളുടെ അമ്മയ്ക്ക് സമ്മാനം കിട്ടി. ആ ക്ലബ്ബുകാര് അതെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത്. എന്താ ഫേസ്ബുക്ക് ഇത്? എനിക്കറിയാൻ വയ്യ. ഇത് അച്ഛന്റെ ഫോണിൽ കണ്ടുകൊണ്ട് അമ്മയെ വിളിച്ച് ചോദിച്ചു തിരിച്ചു കയറി വരട്ടെ എന്ന്. എന്തോ തന്തയാ ഇത്? എനിക്കറിയാൻ വയ്യ. എന്റെ ദൈവം. അതിന് അമ്മ പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് വരാൻ പറഞ്ഞു. അച്ഛനെ വിളിച്ചോണ്ട് വരാനല്ല, പിന്നെ ആ ഫോണിൽ മേടിച്ചോണ്ട് വരാം. അല്ലെങ്കിൽ ആ പുല്ലൻ പിന്നെയും വിളിച്ചിരിക്കുമെന്ന് പറഞ്ഞു. എന്താ ഫോണാ ഇത്? എനിക്കറിയാൻ വയ്യ. വ്യത്യാസമായപ്പോ എന്റെ അടുത്ത് പറയാ പണിക്ക് പോയി. എനിക്ക് പണിക്ക് പോകാൻ വയ്യ. ഞാൻ പോകുന്നില്ല. ഇന്ന് ഞാൻ ഇവിടെ എന്താ പരിപാടി നിങ്ങൾ കാണിക്കുന്നത്? ചാടുന്നില്ലയോ? ഇതിന് താഴെ വല്ലം പോയി എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആര് ചോദിക്കും? നാണം ചോദിക്കും എന്നോട്. ചാകാൻ വന്നല്ലയോ? ഉടനെ അങ്ങനെയാണോ കാണിക്കുന്നത്? ഒരു മനുഷ്യൻ ഇത് പേടിച്ചു പോലെ ഇത് പന്ന പരിപാടി വേണ്ട എനിക്ക്. സനൂപേ, സന്തോഷിന്റെ വീടിന്റെ വളവിലുള്ള തെങ്ങില്ലേ, ആ തെങ്ങിൽ ഒരു ഫ്ലെക്സ് വെക്കണം.
പിന്നെ ആ വരുന്നിടത്ത് ആ ചെറിയ ഫ്ലെക്സ് എല്ലാം ആ താഴോട്ട് വെച്ചേരെ. പിന്നെ കുറെ പോസ്റ്ററൊക്കെ നമ്മുടെ വീടിന്റെ അടുത്തായിട്ട് വെച്ചാൽ മതി. എപ്പോഴിപ്പം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാളെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനെ കിട്ടുള്ളൂ. നല്ല ആഴമുള്ളതല്ലേ. ആ ചേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സംശയം ചോദിക്കട്ടെ. ആ ചേട്ടാ ഇത് എത്ര താഴമുണ്ടോ ആഴം? ഇത് 338. അത്രയൊന്നും വരത്തില്ല. വരത്തില്ല. ഇല്ല എന്തിനാ പോയി അളന്നിട്ടോ. അല്ല ഞാൻ അങ്ങനെ അളക്കാൻ പറ്റത്തില്ല എനിക്ക്. എനിക്ക് പലർക്കും സംശയം ഉണ്ട്, അതിനാ ടേപ്പ് വെച്ച്. അല്ല 338. ആ സനൂപെ പറയുന്നത് 338 അരയുണ്ടെന്നാ പറഞ്ഞ. ഈ അര അങ്ങ് തള്ളിയരെ 338 കൂട്ടിക്കോ. അപ്പൊ എന്തുവായാലും നാളെ ഓക്കെ. നാളെ ഹർത്താലായതുകൊണ്ട് ഇപ്പോഴേ ഫ്ലക്സ് ഒക്കെ അടിച്ചു വെച്ചേക്കണം. നാളെ പിന്നെ കിട്ടത്തില്ല. ആരാ ചാടി? ആരും മരിച്ചിട്ടില്ല. പിന്നെ ബോഡി കിട്ടിയെന്നൊക്കെ പറഞ്ഞു. കൂടി അതിന്റെ ഞാനിപ്പം ചാടാൻ പോവല്ലേ. ഫ്ലെക്സ് വെക്കുന്നു പറഞ്ഞേ. എന്റെ ഫ്ലെക്സ് തന്നെ ഞാൻ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു ഇപ്പോഴേ അത് നാളെ ഹർത്താലാവുമല്ലോ, അങ്ങ് അടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പോഴേ അടിച്ചു വെക്കാം. ഓ അപ്പൊ ഇത്ര ടിപ് ടോപ്പ് വന്നപ്പോ ഞാൻ ഓർത്തേ ബ്രാഹ്മണന്റെ ആരുടെ ചാടിയെന്ന്. എന്ത് ജോലി എന്തുവാ? സ്റ്റീലിന്റെ ആ അലമാരയുടെ ഒക്കെ പരിപാടിയാ? അലമാരിയുടെ അല്ല, ഇംഗ്ലീഷ് അറിയത്തില്ലല്ലേ. സ്റ്റീൽ എന്ന് വെച്ചാൽ മോഷണം. കള്ളനാ? കള്ളൻ എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ മതി. കള്ളനല്ലേ, മോശമല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കള്ളൻ അങ്ങനെ അടിച്ചേച്ച് ആക്ഷേപിക്കരുത്. നിങ്ങൾ എന്താണെന്ന് അറിയാമോ? എന്റെ കേസിന്റെ പേപ്പറുകളാണ് ഇത് മൊത്തം. ഇത് മൊത്തം എന്തോ മോശം, എന്തോ മോശം. മോഷണമെന്ന് പറയരുത്. ഞാനൊരു ദിവസം ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ തൊട്ടു ഫ്രണ്ടിൽ ആ സീറ്റിലിരുന്ന ഒരു യുവതിയുടെ, ശ്രദ്ധിച്ചു കേട്ടോ, യുവതിയുടെ മാല, സ്വർണ്ണമാല പൊട്ടി തറയിലേക്ക് പോകുന്നു. ഞാൻ അതെടുത്ത് അതിന്റെ കൊളുത്ത് ശരിയാക്കാൻ വേണ്ടി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ജുവലറിയിൽ ഇറങ്ങിയപ്പോൾ കുട്ടനാട്ടു വരമ്പിൽ കൂടെ താറാവ് വരുന്നതിന്റെ കൂട്ട് വരുന്നുണ്ട് പോലീസ്. അത് ശരി. അവിടെ ആരാ തെറ്റുകാരൻ? പോലീസാ. ഞാൻ ആ കൊളുത്ത് ശരിയാക്കാൻ പോയതല്ലേ, അതിന് ഞാൻ കുറ്റക്കാരൻ. ഓ അവിടെ നിങ്ങളെ കള്ളനാക്കി. അവിടെ എന്നെ കള്ളൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാതെ. അത് ഒരു മ്ലേച്ഛമായ ഒരു വാക്കാണ്, അത് ഉപേക്ഷിക്കൂ. വീട്ടിൽ ആരുണ്ട്? വീട്ടിലെ ഭാര്യയുണ്ട്. അവള് ഇരുന്നിട്ട് എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടിരിക്കുക. അപ്പൊ കഞ്ഞി വെക്കുന്ന ആരാ? കഞ്ഞി വെക്കുന്നത് അച്ഛനാ. കള്ളന് കഞ്ഞി വെച്ചവനാ അച്ഛനോ? പിന്നെ വേറെ എന്റെ വീടിന്റെ അടുത്തൊരു വീട്. അത് ആ വീട് ഞാൻ സുരക്ഷിതമായിട്ട് ചെന്ന് കുത്തി തുറന്ന് അവിടെ ഉള്ള സ്വർണ്ണാഭരണങ്ങൾ മൊത്തം ഞാൻ എടുത്തിട്ട് എന്റെ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചു. അത് നിസാര പ്രശ്നമാണ്. നിസാര പ്രശ്നമാണ്. വല്ലവന്റെ വീട് കുത്തി തുറന്ന് സ്വർണ്ണം എടുക്കുന്നേ അതല്ലെന്ന്, വീടിന്റെ അപ്പുറത്തുള്ള നിസാർ ആ പ്രശ്നം. അവനാ കേസ് കൊടുത്തിരിക്കുന്നത്. നിസാര പ്രശ്നം. അവനെ എങ്ങനെയാലും കൊടുക്കണം. തന്നെയല്ല അതിനും പോലീസ് എന്നെ തപ്പി നടക്കുക. അവിടെ എന്താണ് ഞാൻ എന്താണ്? കള്ളനായി. സ്റ്റീൽ മോഷണം. അതിനെ പറയാറുള്ളൂ. അതൊരു മ്ലേച്ഛമായ വാക്കാ. ഞാൻ പറഞ്ഞില്ലേ അത് കളയണമെന്ന് ഞാൻ പറഞ്ഞു. ചേട്ടാ എപ്പോഴാ ചാടുന്നേ? പറഞ്ഞുണ്ടോ? അല്ല ഒരു 11:30 ആവും. ഇദ്ദേഹം എന്തിനു വന്നിരിക്കുക? എന്തിനു വന്നിരിക്കുക? ആവശ്യത്തിന് വന്നതാ. എത്ര മണിക്കാ ചാടുന്നത്? ഒരു 11:30. 11:30ക്കാണ്. ഇയാളും 11:30. ഒരു കാര്യം ചെയ്യോ, രണ്ടുപേരും കൂടെ താഴെ ഒരു 2 മണിക്കൂർ എടുക്കും. അങ്ങ് താഴെ ചെല്ലാൻ 2 വട വെള്ളം എടുക്കട്ടെ, പാഴ്സല് വെള്ളം പോകുന്ന വഴി കഴിക്കാം. 2 മണിക്കൂർ എടുക്കും. ശരി. ഞാൻ ചേട്ടാ കുഴിക്കാത്ത പോയ എന്തോ ചെയ്യുമെന്ന് പറയാൻ വന്നാ മര്യാദക്ക് ചത്തിട്ട് പോക്കണം. ചാകാൻ വന്നാന്ന് ഓർക്കല്ല, കൊന്നുകളെ ഞാൻ എപ്പോഴും കുഴിക്കത്തില്ല. അല്ല എന്തിനാ ഇയാൾ കയറ് കിട്ടുന്നത്? എന്തിനാ? ഭയങ്കര ദൂരമാ പോലും. താഴെ പകുതിക്ക് ചെന്നിട്ട് അങ്ങോട്ട് ചാടാനാ. നോക്കണ്ട, ഭയങ്കര ദൂരം കൂടുതൽ. എങ്ങനെ ചാടിഞ്ഞ്? ഓ വരുന്നേ വരുവാ. ആരാണ്? വഴിയിലെ ഒരു പാർട്ടി കിടപ്പൻ, പുള്ളി മൊബൈൽ കുത്തിയിടാൻ തന്നു. വേറെ ആള് ചാടിയിട്ടുണ്ടോ? പുള്ളി ഇച്ചിരി കാശുകാരനാ. മടി നിറച്ച് പൈസ, ഞാൻ പറഞ്ഞ പൈസ ഇടവാക്ക് തരത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചാടി. പൈസയിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഞാനിപ്പോ സമയത്ത് ചായ കൊടുക്കും, എല്ലാം കൊടുക്കും. പക്ഷെ പൈസ തീരാതെ ഇവനെ കേറ്റത്തില്ല. കിടക്കാം. വരുന്നു ചായ തരാം. ചേട്ടാ ഒരു വട ഇങ്ങനെ. വടയോ? ഞാൻ വിളിക്കാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. അയ്യോ ഇതോ അവനെ ഇത് എടുക്കത്തില്ല. ഒരു കാര്യം ചെയ്ത് ആദ്യം ഇതിന്റെ കിടത്തി അടയ്ക്ക്. ഇതിന് ഇത്രയും വലിയ കിടത്ത് കിടന്നിട്ട് പ്രശ്നമില്ലല്ലോ ഇയാൾക്ക്. അതിന്റെ കിടത്തി അടയ്ക്ക്. ഇതിന്റെ അകത്ത് ഒരു ചെറിയ കിടത്ത് കിടന്നപ്പോ അത് പ്രശ്നമാക്കി എടുക്കണ്ട. അത് അടച്ചിട്ട് അത് ഞാൻ കഴിക്കാം. ചേട്ടാ വേറൊരു കാര്യം ഞാൻ സംശയം ചോദിക്കട്ടെ. ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടിക്കോ? എനിക്ക് പിടിക്കാത്ത അടിക്കും. അതല്ലെന്ന് മറ്റേ ഇങ്ങനെ ഞാനിങ്ങനെ പറയുന്നത് അപ്പുറത്ത് എക്കോ അതുണ്ടോ ഇവിടെ? പിന്നെ എക്കോ ഉണ്ട്. എന്നാ അതൊന്ന് പരീക്ഷിക്കണമല്ലോ. നോക്ക്. മാറടേ. ചായ വേണോ? ചായ
അയ്യോ എന്നെയും കൂടെ പേടിപ്പിക്കുക. ചത്തേനെ ഞാൻ. അതേനെ വന്നു അവിടെ കയറി നിൽക്കല്ലേ വീണ് ചാകാനെ കൊണ്ട്. ചായണ്ടേ? ചായ വേണം. ഹലോ 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 എഴുതി വേണ്ടടാ. ഇത് വേണ്ട. എവിടാ 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 വേറെന്താ വേണം? വെള്ളം മധുരം വേണം. മധുരം ഇട്ടാൽ. ഇത് ഇവിടെ നിന്നാണല്ലേ വരുന്നത്? ഇവിടുന്നാ പിന്നെ പറഞ്ഞ അവിടെ അടിച്ചിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞേ. ഈ കാലാവസ്ഥ കണ്ടോ? ആ എക്കോ ഒന്നും വരത്തില്ല. ഇപ്പൊ ഞാൻ എക്കോ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരെക്കോയ്ക്ക് ഇത്ര രൂപ വെച്ച. ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന്. എന്താണ്? ഇങ്ങോട്ടൊന്ന് വരൂ. സ്ഥലമുണ്ടോ? ബാത്റൂം ഉണ്ട്. വയറ് കണ്ടിച്ച് കളയണം. അതല്ല, ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം ഉണ്ടോ ഇവിടെ? എനിക്ക് വല്ലത്ത പിന്നെ ഞാൻ ഇവിടെ ഹോട്ടലാണ്, വലിയ ഹോട്ടൽ നടത്തുവാണ്. നിനക്ക് ബാത്റൂം ഉണ്ടാക്കാൻ പ്രശ്നമുണ്ട്. പറമ്പിലും കാണാൻ പോ. അങ്ങനെ പോകാൻ പറ്റത്തില്ല എനിക്ക്. പിന്നെ നടക്കേടാ പറമ്പിൽ പോന്നെ പോ. അല്ല അതിന് വെള്ളം അങ്ങ് പോണേ അങ്ങ് പോണേ. മോനെ നിനക്ക് ചായ വട വെള്ളം വേണോടാ? നല്ലൊരു വിശന്നായിരുന്നല്ലോ അവിടെ. തൊട്ട് നോക്കി ചൂട്. അവിടെ ഇരിക്കല്ലേ? ചൂടുണ്ടോ നോക്കണ്ട. ചൂടുണ്ടോ നോക്കിയേ. ചൂടുണ്ടോ നോക്കിയേ. നല്ല ചൂടുണ്ടല്ലോ മോനെ. പാരസെറ്റമോൾ ഉണ്ട്. എന്റെ ഉണ്ട്. എനിക്ക് വെള്ളം താണോ? അയ്യോ കഷ്ടം പിടിച്ചടവാ ചെറുക്കന. എടാ നിനക്ക് എന്തെന്തിനാ പാരസെറ്റമോള്? പനിയാ. താഴെ ചെന്ന് കഴിഞ്ഞാൽ ആരും തരാനില്ലല്ലോ. താഴെ താമസക്കാരുണ്ട്. ഉണ്ടോ? പിന്നെ എങ്ങനെ? അതാണ് അവിടെ വീട് ഇങ്ങനെ വെളുത്ത് കാണുന്നത്. ആ അത് എന്താണെന്നറിയാമോ? ഇവിടെ ചാടിയിട്ട് ചാകാത്തവർ അവിടെ ഇപ്പോൾ ഒരു കോളനി പോലെ ഒരുപാട് വീട് വെച്ച് താമസിക്കുന്നു. ആശുപത്രി ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് പോയാൽ തിരിച്ചു കിട്ടും. അയ്യോ അയ്യോ പാരസെറ്റമോൾ ഒരെണ്ണം കളഞ്ഞല്ലോടാ. ബാക്കിയുള്ളവനെ കൂടെ പേടിപ്പിക്കാൻ. പേടിപ്പിച്ച് കളയാനൊക്കെ. വരുന്നു മോനെ, വരുന്നു. എന്തൊക്കെയാന്ന് പുള്ളി ചോദിക്കുന്നത്? സി ടൈപ്പ് ചാർജറോ? ആ ചായ ഒന്ന് കൊടുത്തോട്ടെ മോനെ. എന്താ ഗുളിക കഴിച്ചോ? ഗുളിക ഇനി ഇല്ലല്ലോ. ഇനിയുണ്ടോ ഗുളിക? ഞാൻ പുള്ളിക്ക് ചായം കൊടുത്തോട്ടെ. ഓ അത് ശരി, ആളൊക്കെ മിടുക്കനായല്ലോ. 11:15 ഇപ്പൊ. എന്താ അല്ല എനിക്ക് ചാടണോ? ചാടാനുള്ള സമയമായില്ല. ചാടാനുള്ള സമയം എത്ര മണിക്കാ പറഞ്ഞത്? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എന്തുവാ മോനെ വേണ്ടേ? വിശക്കുവോ? ആ വിശക്കുന്നു. ഇവിടെ ഒരു സാധനം ഇല്ല. പോ. നിങ്ങൾക്ക് ധൈര്യം വേണോ? ധൈര്യം വേണോ? ചാകാൻ എന്തെങ്കിലും പലഹാരം ഉണ്ടോ? ധൈര്യത്തിന് പലഹാരമല്ല, വേറെ ഐറ്റം ഇരിപ്പുള്ളൂ. സാധനം ഉണ്ട്. ചേട്ടാ ഐറ്റം ഉണ്ട്, വേണോ? ഞാൻ കുടിക്കത്തില്ല. എടാ വാശി പിടിക്കാതെ കുടിക്കണം. 11 മണിക്ക് ചാടണ്ടേ? ചാകണോ? അത് അടിക്കണം. അടിക്കണം. ഇതൊക്കെ അനുഭവിക്കണം ദൈവം. ഞാൻ ബലം പിടിക്കാതെ. നമ്മൾ ഇനിയും ജീവിച്ചിരുന്നിട്ട് എന്തിനാ? ആഴുവല്ലേ. എന്തോ പേടിയാന്നോ? എനിക്കറിയാൻ പോയാ ചാത്തിട്ട് പോടാ. ചാത്തിട്ട് പേപ്പർ ഗ്ലാസ്സില്ലേ? എന്തോ പേപ്പർ ഗ്ലാസ്. എടാ ഇതിനകത്ത് അടിക്കടാ. ചാകാൻ തുടങ്ങുമല്ലയോ? അടി ഇനിയിപ്പോ നിനക്ക് നല്ല ധൈര്യമായിരിക്കും. രണ്ടുപേരും കൂടെ അടിച്ചിട്ടേ മദ്യമേ, ഇന്ന് ലാസ്റ്റിൽ കൂടി നീ എന്റെ ലിവറിനെ ഒന്ന് കഴുകൂ. രണ്ടുപേർക്ക് നേരമൊക്കെ ആക്കി എടുത്ത് അടിക്കണം കേട്ടോ. ഇവിടെ കിടന്ന് കറങ്ങരുത്. ഇവിടെ കറങ്ങി ഇവിടെ കട വെക്കുമോ എന്നുള്ള പേടിയായി എനിക്ക്. ഇതിപ്പോ ഉസ്താദായല്ലോടാ. രണ്ടുപേരും കൂടെ പൈസക്ക് തന്നേ. പൈസ തന്നിട്ട് പോകാവേ. ചേട്ടൻ കഴിക്കുന്നില്ലേ? ഞാൻ അടിക്കുന്നില്ല മോനെ. ഒരു ചെറിയൊരു പെഗ് കഴിക്കുന്ന ഞങ്ങളുടെ സന്തോഷത്തില. വേണ്ട വേണ്ട അടിച്ചു. അല്ല ലാസ്റ്റിലായിട്ട് കാണുമല്ലേ ചേട്ടനെ? ചെറുത് കഴിക്കേ. കഴിക്കേ. എങ്ങനെയുണ്ടോ ഗിരിഗിരിപ്പ? എനിക്കെന്തുവാ, എനിക്ക് നമ്മളത് തരുമല്ലയോ. എടാ ഒരു ചെറുതൂടെ കഴിക്കടാ. എന്തുവാടാ എന്നോടല്ലടാ. നീ ചാടി ചാവാൻ പോന്നീ ഇപ്പോ. അത്രയ്ക്ക് അവൻ ചാടി ചാവൂന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളെക്കാട്ടി പ്രശ്നമുള്ള കൊള്ളാനാ. എന്നിട്ട് എനിക്ക് ഭയങ്കര പ്രശ്നം. വീട്ടിലെല്ലാം ഭയങ്കര പ്രശ്നം. അതൊക്കെ വിട്ടുകള ചേട്ടാ, അതൊക്കെ വിട്ടുകള. ഇല്ലല്ലോ ഞാൻ ചായക്ക് ചാകണം. എന്തിനാ? എനിക്ക് അതുപോലെ കടവാടാ. ആവശ്യമില്ലാത്ത വിഷയങ്ങൾക്ക് നീ ഇങ്ങനെ ചാടി ചാവാനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ നോക്കത്തുള്ള എനിക്ക് ചാടുമെന്ന് പറഞ്ഞ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിങ്ങൾ പോകരുത്. ഓ ചാകണോടാ എനിക്ക്. എന്റെ പോലെ നിങ്ങൾ ചാടരുത്. ചാടുമെന്ന് പറഞ്ഞു. ചാടുമോ? എന്റെ പോലെ മറ്റേ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾ ചാടരുത്. ആർക്കാ ഇപ്പം ചാവണ്ടേ?
എന്തോ എങ്ങോട്ടാ എവിടെ പോവാ എന്താ കാണിക്കാൻ പോവാ ഞാൻ ചാകാൻ പോയി ഇതൊന്നും വേറെ പണിയില്ലയോടാ. ചെവിക്കല്ല് എന്തുവാണ് കാര്യം പറ. എന്നാ നീ ആദ്യം അതിനേക്കാൾ നല്ലത് ചാവാൻ നിൽക്കരുത്. നമ്മളെ ഏറ്റവും കൂടുതൽ മണ്ടത്തുവ കാണിക്കുന്നത്. നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ ഒരു മനുഷ്യനും ആത്മഹത്യ ചെയ്യേണ്ട വരത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേട്ടോണ്ടില്ലേ ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആണോ? നിങ്ങൾക്ക് വേണ്ട ഓരോ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കണം. ജീവന് വേണ്ടി ഓരോരുത്തർ ഇവിടെ കിടന്ന് നിലവിളിക്കുക. അപ്പൊ നിസാര പ്രശ്നത്തിന് നമ്മൾ ഇവിടെ കിടന്ന് ചാകാൻ നിൽക്കരുത്. ചാകാൻ നിൽക്കരുത്. അപ്പൊ എങ്ങനെ തീരുമാനം? നിനക്ക് ഞാൻ ചെലവിന് തരാം. നമുക്ക് എന്താ തീരുമാനം? എന്തുവാ തീരുമാനം പറ. എങ്ങനെയാലും അടിച്ചു നിർത്തട്ടെ. പിന്നെ വേണ്ടേ? അങ്ങനെ ആട്ടെ. എനിക്കറിയാൻ വയ്യ. എന്തൊക്കെയായാലും നല്ല ലൈഫുള്ള നല്ലൊരു മീനിങ് ഉള്ള മെസ്സേജ് തരുന്ന ഒരു സ്കിറ്റായിരുന്നു അല്ല പ്രചോദേട്ടാ? സൂപ്പർ ഐഡിയ ആയിരുന്നു കേട്ടോ. ഉഗ്രൻ ആശയം, ഉഗ്രൻ സ്ക്രിപ്റ്റ്. ഞെട്ടിച്ച് കളഞ്ഞാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്വിസ്റ്റ് ഭയങ്കരമായിരുന്നു കേട്ടോ. അതായത് നിങ്ങൾ അവിടെ സൂയിസൈഡ് ചെയ്യാൻ വന്ന 2 പേര് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം ഇത് വന്ന് ഇത് എൻഡിലേക്ക് വന്നപ്പോഴാണ് എന്താ പറയുന്നത്, നമ്മൾ മദ്യം കഴിച്ചതിന് ശേഷം ഹരി പറയുന്നു ഞാൻ ചാകാൻ പോകുമെന്ന് പറയുന്നു. അതൊരു ഉഗ്രൻ ട്വിസ്റ്റാണ് കേട്ടോ. നമ്മൾ വിചാരിക്കാത്ത ഒരു സ്ക്രിപ്റ്റിന് ഒരു ഐഡിയ അങ്ങനെ ചെയ്യാന്ന് പറയുന്നൊരു സാധനം വളരെ വിജയമാണ്. പിന്നെ നിങ്ങൾ ഇതുവരെ കളിച്ച പാറ്റേണിൽ നിന്ന് മാറ്റി, അതായത് നമ്മൾ ഈ സ്ഥിരം പാറ്റേൺ ഒരു സ്കിറ്റ് പരിപാടികളുണ്ട്, അതിൽ നിന്ന് മാറ്റി നിങ്ങൾ ഈ റൂട്ട് ചിന്തിച്ചത്. അതുപോലെ സുജിത്തിൻ്റെ ക്യാരക്ടർ ഒരു രക്ഷയിലായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ സുജിത്ത് ഭയങ്കര രസമായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയാൽ ആദ്യം ഉഴുന്നുവടയുടെ തുളയടിക്കാൻ അടയ്ക്കാൻ പറയുന്നത്. അതായത് നോട്ട് കൊടുക്കുമ്പം ആദ്യം അതിൻ്റെ തുളയടയ്ക്കുക. അതൊക്കെ നമ്മൾ എന്താ പറയുക ചിന്തിക്കാത്ത കുറേ കാര്യങ്ങളായിട്ട് വന്നു. പിന്നെ പുള്ളി സ്റ്റീലിൽ നിന്ന് വിളിക്കുന്നതാണ് പുള്ളിക്ക് ഇഷ്ടം, കള്ളം വിളിക്കുന്നത് ഇഷ്ടമല്ല. അതിൻ്റെ കഥയൊക്കെ പറഞ്ഞു. പിന്നെ ആ ബാത്റൂമിൽ പോകാൻ പോയൊരു പോക്കില്ലേ, അത് അവിടെ 2 സ്ഥലത്ത് ഇരിക്കാം. അവിടെ ഇരിക്കില്ല പോ. പിന്നെ പോയി കഴിഞ്ഞ് തിരിച്ച് നമുക്ക് ഹരി പറയണേ അതെല്ലാം മിടുക്കനായല്ലോ എന്ന്. പിന്നെ ഇടയ്ക്ക് മറ്റേ പുള്ളി ഇടയ്ക്ക് ചാർജ് ചെയ്യാനായിട്ട് മൊബൈൽ കയറ്റി വരുന്നത്. ഇതൊക്കെ നമുക്ക് അവിടെ ആരോ താഴെ ഉണ്ടെന്നുള്ള ഫീല് തരുന്നുണ്ട്. അവിടെ ഒരു കോളനിയായി. നിങ്ങൾ അതിനുള്ള എല്ലാ ഫീല് തരുന്നുണ്ട്. പിന്നെ നിസാര പ്രശ്നമല്ലേ, നിസാറാണ് പ്രശ്നം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കാത്ത, നിങ്ങളിൽ നിന്ന് അങ്ങനെ കുറേ പുതിയ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മളെ അത്ഭുതപ്പെടുത്തിയത് ഇതുവരെ ചിന്തിക്കാത്ത ഒരു പാറ്റേൺ നിങ്ങളിവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് കളിച്ചു, ഇന്നത്തെ സ്കിറ്റ് കളിച്ചു എന്നുള്ളതാണ്. അതിനൊരു ഉഗ്രൻ ഗൈഡ് തരികയാണ്. നിങ്ങളൊരു ആത്മാർത്ഥമായിട്ട് പണിയെടുത്താൽ എന്നും നിങ്ങൾ ഉഗ്രൻ സ്കോർ ചെയ്ത് ഇവിടുന്ന് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇനിയും നിങ്ങളിൽ നിന്ന് ഇതുപോലെ നല്ല സ്കിറ്റുകൾ പ്രതീക്ഷിക്കുന്നു. പണിയെടുക്കുക, പഞ്ച് മേടിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രചോദേട്ടാ. അസീസിക്ക ചെങ്കള പൊളിച്ചടിക്കുക, ഒരു രക്ഷയില്ല. പിന്നെ സത്യം പറഞ്ഞാൽ ഈ സ്കിറ്റ് ഇവിടെ കളിക്കേണ്ടതല്ല. ഒരു സിനിമയ്ക്ക് പറ്റിയൊരു സബ്ജക്റ്റാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആദ്യ ഫീലായിരുന്നു. പ്രചോദേട്ടൻ പറയടാ ഇത് സിനിമയ്ക്ക് പറ്റിയ സാധനമല്ല, നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പ്രചോദേട്ടൻ്റെ പറഞ്ഞതാണ്. പിന്നെ സുജിത്തെ നീ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ നിന്റെ ഫസ്റ്റ് സ്കിറ്റ് പോലെ കാണുന്ന ഒരു ആളാണ്. ഫസ്റ്റ് ഏതൊരു നമ്മൾ സ്കിറ്റ് ചെയ്തില്ല, നീ ഒരു മുത്തശ്ശിയായിട്ട് മുറുക്കാനും ചവച്ചു. അന്ന് നീ തെറ്റിച്ച തെറ്റലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച്, അപ്പോൾ അയ്യോ എന്ത് പറ്റി ഇവൻ. പിന്നെ നീ പാട്ടുപാടി ഞങ്ങളെല്ലാം വീഴ്ത്തി. അങ്ങനെ നമ്മളെ ഇതിൻ്റെ ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ അർജുനാണ് പറഞ്ഞ അണ്ണാ ഇവർ നല്ല ടീമായിരിക്കും, കൊണ്ടുവന്ന അടിപൊളിയായിരിക്കും, ഇവരെ നിർത്തിക്കാം എന്ന് പറഞ്ഞ് സത്യമായിട്ടും നിങ്ങളെ നിർത്തിച്ചു. പക്ഷേ ഇപ്പം ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ടീമുള്ള ഒന്നാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ സ്കിറ്റ് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞില്ലേ എനിക്ക് 2 കടമുണ്ട്. ആ കടം തന്നെയാണ് ഹരി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് വന്നപ്പോൾ ആ കടം എടുത്തിട്ട് കറക്റ്റ് ഞാൻ ഭയങ്കര കടക്കാരനാണ്. കാരണം കറക്റ്റ് ത്രെഡായിരുന്നു, കറക്റ്റ് റൂട്ടായിരുന്നു. തിരക്കഥ എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ ഫീലോട് കൂടി നമ്മളിത് കണ്ടത്. പെർഫോമൻസ് പറഞ്ഞാൽ നിങ്ങൾ 3 പേരും പൊളിച്ചടികളാണ്. പ്രത്യേകിച്ച് സുജിത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൾ ദ ബെസ്റ്റ്, അടിപൊളി. ഇനി ഇങ്ങനെ ചെയ്യുക, പൊളി. ഗംഭീര സ്കിറ്റായിരുന്നു, ഗംഭീരം കണ്ടന്റ് ആയിരുന്നു. നമ്മളെ ഈ മിമിക്രിക്കാർക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമുക്ക് ഈ സമൂഹത്തിനോട് പറയാനുള്ളത് നമ്മളിലൂടെ ചിരി വേദിയിൽ വെച്ച് നമ്മളത് പറഞ്ഞ് അവരുടെ മനസ്സിൽ കയറ്റും. അതൊരു വലിയ കാര്യം തന്നെ. മിമിക്രി വേദിയിലാണ് അത് ഏറ്റവും കൂടുതൽ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇതിൽ പറഞ്ഞ ആത്മഹത്യ എന്ന് പറയുന്ന ആ സാധനം എത്രയോ പേര് ഹോസ്പിറ്റലിൽ ജീവന് വേണ്ടിയിട്ട് ഒരു ശകലം ജീവൻ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കിടന്ന് പാടുപെടുന്നു. അന്നേരമാണ് ഉള്ള ജീവൻ കളയാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരിങ്ങനെ നടക്കുന്നത്. ഈ ആത്മഹത്യ എന്താ ഒരു ടൈം പാസ് പോലെ ആയിപ്പോയെന്ന് തോന്നുന്നു. ഇപ്പം അതൊരു എന്താ ഒരു പ്രത്യേക മൂഡ് മനുഷ്യനിലേക്ക് എന്തായാലും കയറുകയെന്ന് തോന്നുന്നു. ഇത് ചെയ്യുക എന്നുള്ളത് നിസ്സാര സംഭവങ്ങൾക്കാണല്ലോ ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊരു മെസ്സേജ് പോലെ നിങ്ങൾ ആ ക്ലൈമാക്സിന് മുമ്പ് കൊണ്ടു കൊടുത്തത് അത് നന്നായി. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടന്റുകളാണ് നമ്മൾ തപ്പിയെടുക്കേണ്ടത് കേട്ടോ. നിങ്ങളിപ്പം ഈ 2-3
4 എപ്പിസോഡുകളായിട്ട് നിങ്ങൾ ഓരോന്നും കൊണ്ടുവരുന്നത് ഇപ്പം 2 വർഷമായിട്ടും നിങ്ങൾ അടിക്കുന്ന കൗണ്ടർ ഒരെണ്ണത്തിൽ പോലും ടച്ച് ചെയ്യാതെയാണ് വരുന്നത്. അതായത് മുമ്പ് ചെയ്തു പോയിട്ടുള്ള സാധനം വേറെ കുപ്പിക്കകത്താക്കി പോലും നിങ്ങൾ ചെയ്യാറില്ല. എല്ലാം ഫ്രഷാണ്. ഇവിടെ ഇന്ന് തന്നതും എല്ലാം ഫ്രഷാണ്. മുമ്പോട്ടുള്ള യാത്രയിലും ഇതേപോലെ പുതുമകൾ കൊണ്ടുവരിക കൗണ്ടറുകൾക്ക്. അത് നമ്മൾ സംസാരിക്കുന്നതിൽ നിന്നാണ് ഈ കൗണ്ടറുകളെല്ലാം വരുന്നതെന്നാണ് ആലോചിക്കേണ്ടത്. അതും നമ്മുടെ സബ്ജക്റ്റുമായിട്ട് സിങ്ക് ആകുന്ന രീതിയിലുള്ള കൗണ്ടറുകൾ, അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കഥ എന്താണ്, ആ കഥയ്ക്ക് യോജ്യമായ രീതിയിലുള്ള കൗണ്ടറുകളൊക്കെ ആയിരിക്കണം അതിൽ നിറയ്ക്കേണ്ടത്. ഇത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് നല്ല ഭംഗിയായിട്ട് ഇതിനോട് ചേരുന്ന രീതിയിലുള്ള എല്ലാ കൗണ്ടറുകളും കോർത്തിണക്കി നല്ല അസലായിട്ട് കൊണ്ടുപോയി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നല്ല കമന്റ്സ് ആണ് കിട്ടിയത് അല്ലേ? അപ്പൊ നമുക്ക് നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ സമ്മാനത്തുക എത്രയാണ് എന്ന് ചോദിച്ചു തുടങ്ങാം. നമുക്ക് പ്രചോദനോട് ചോദിക്കാൻ മതി. ഓക്കെ, അപ്പൊ എന്തായാലും എന്താ പിടിച്ചോ, ഞാനൊരു 20,000 രൂപ തരിക. 20,000 രൂപ. ഇനി അടുത്തതായിട്ട് നസീറിക്ക, ഞാനൊരു 2,000 രൂപയുടെ കൂട്ടി 42,000 രൂപയാണ് ഇതുവരെയുള്ള ടോട്ടൽ. ഇനി ഫൈനൽ റിവീൽ ചെയ്യാനായിട്ട് നമുക്ക് അസിസിക്കയോട് ചോദിക്കാം. ഇക്ക, ഇതൊരു സമൂഹത്തിന് ഒരു നല്ലൊരു മെസ്സേജാണ്. ഇതൊക്കെ ഒരു നിമിഷം സംഭവിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞാൽ. അല്ല, അതാവും പറഞ്ഞ കറക്റ്റ് ഒരു പോയിന്റ് ആണ്. ആരെങ്കിലും ഒരാൾ കൂടുതൽ അന്നേരം സംസാരിക്കാനുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പിന്മാറും. അത് സത്യമായ കാര്യമാണ്. അപ്പോൾ ഞാൻ എന്തേ അങ്ങ് തന്നിരിക്കുന്നു, പിടിച്ചോ. രൂപ നേടിക്കൊണ്ട് ടീം പത്തനംതിട്ട അടിച്ചിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഒരു സിൽവർ പഞ്ച്. ചേട്ടന്മാരെ കൺഗ്രാചുലേഷൻസ്, അടിപൊളി അടിപൊളി. നിങ്ങളിപ്പോ തിരികെ വന്നിട്ട് ഇവിടെയുള്ള എല്ലാ പഞ്ചുകളും വാരി കൂട്ടുകയാണെന്ന് തോന്നുന്നല്ലോ. അല്ല, സന്തോഷം. നമ്മളിപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ വീട്ട് തന്നെ ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട് ഇതിനു വേണ്ടി സമയം ചെലവഴിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പം കമന്റ്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് വരും പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവരും നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ. അപ്പോൾ അവർക്ക് ആ പ്രതീക്ഷയ്ക്കൊത്ത് അവർക്ക് നമുക്ക് കൊടുക്കണം എന്നുള്ളത് ആത്മാർത്ഥമായിട്ട്. ഓക്കെ, അപ്പൊ രാജേഷേട്ട സംസാരിച്ചു. ഇനി നെക്സ്റ്റ് സുഹിത്തേട്ടാ. പിന്നെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. വളരെ സന്തോഷം എല്ലാവരോടും, ജഡ്ജസിനോടും അതുപോലെ തന്നെ ഓഡിയൻസിനോടും എല്ലാം വളരെ നന്ദി അറിയാം. നേരത്തെ അസിസിക്ക പറഞ്ഞ പോലെ അങ്ങനെ ഒരു തോട്ടുള്ള ഒരാളെ സംസാരിക്കാൻ ഒരാളാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്നു പറഞ്ഞല്ലോ. അതിന് കാരണക്കാരനായി നിന്ന് നമ്മുടെ ചായക്കടക്കാരനായ ഹരിച്ചേട്ടൻ. പറയൂ ഹരിച്ചേട്ടാ. ഒരുപാട് സന്തോഷമുണ്ട്. സിൽവർ പഞ്ചൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. സത്യമായിട്ടും അത് വലിയൊരു അനുഗ്രഹമായി. ഞങ്ങൾ നല്ലപോലെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ട്. എല്ലാവരോടും നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഒരുപാട് സന്തോഷം. ഇനി ഇതിന്റെ ഒരു ക്ലൈമാക്സ് ഞാൻ പറയട്ടെ. ഹരി ഇവിടെ കടയിട്ടിരിക്കുന്നത് കച്ചവടം നടത്താനല്ല, ആത്മഹത്യ ചെയ്യാൻ വരുന്ന ആൾക്കാരെ തടസ്സം, അതായത് അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, രക്ഷിക്കാൻ വേണ്ടി അയാൾ അവിടെ കടയിട്ടിരിക്കുന്നത്. അല്ല, പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അതെ. അപ്പൊ ആ ഒരു മെസ്സേജോട് കൂടിയിട്ട് നമുക്ക് ഇവരെ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാം. എന്നാലും അടിപൊളി സ്കിറ്റ് കേട്ടോ ചേട്ടന്മാരെ. നല്ല മെസ്സേജ് ഉള്ള ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ മനസ്സിന് വിഷമമുള്ള ആൾക്കാർക്ക് ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് അവർക്ക് പറ്റുകയാണെങ്കിൽ കലാകാരന്മാർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ വിജയമാണ് അതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന ഐറ്റം ഗൾഫിൽ നിന്ന് വന്നൊരു കൂട്ടുകാരൻ കൊണ്ടുവന്ന ഒരു ഒന്നൊന്നര ഐറ്റം ആണിക്ക. ഞാൻ വിളിക്കട്ടെ അവരെ വേദിയിലേക്ക്. എന്താ? അല്ല, ഞാൻ കേട്ടില്ല. അതെന്താ? അത് ഒരു പ്രത്യേക സ്പ്രേ ആണ്, ഭയങ്കര സ്മെല്ലാണ്. എനിക്കറിയില്ല. നല്ല സ്മെല്ലുള്ള സ്പ്രേ ആണല്ലേ? എന്തായാലും ഞാൻ ഇനി അടുത്തതായിട്ടുള്ള നമ്മുടെ ആർട്ടിസ്റ്റുകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്യാം ചേട്ടൻ, രാജേഷ് ചേട്ടൻ ആൻഡ് ബിജു ചേട്ടൻ. ഐറ്റം വേറെ. അമ്മൂമ്മ കടന്ന് ഒച്ച വെക്കല്ലേ, ഡോക്ടർ പറഞ്ഞറിയാലോ ഒച്ച വെക്കല്ലെന്ന്. ഓ, നീ എന്നെ പിടിച്ചോണ്ട് വരണ കണ്ട ഇപ്പൊ തോന്നും എന്നെ മാറാ രോഗമായിട്ട് ഏതോ ആശുപത്രിയിൽ നിന്ന് വിളിച്ചോണ്ട് വരണമെന്ന്. അയ്യോ അല്ല, ഊട്ടിയിലെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നിന്ന് വെക്കേഷന് വിളിച്ചോണ്ട് വരുവാ. എടാ, അങ്ങനെ നീ പറയണ്ട. നീ പണ്ട് ഭരണങ്ങാനത്ത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് നീ 10 മാസം സ്കൂളിൽ നിൽക്കും, ബാക്കി 2 മാസം ഞാൻ വിളിച്ചോണ്ട് വന്ന് എല്ലാം കൂടാകെ നിർത്തും നിന്നെ. അത് തന്നെ ഇപ്പോഴും നടക്കുന്നത്. ഒരു മാസത്തിലെ 25 ദിവസം മുത്തച്ഛി ആശുപത്രി കിടക്കും, ബാക്കി 5 ദിവസം ഞാൻ എന്റെ വീട്ടിൽ വിളിച്ചോണ്ട് നിർത്തുന്നു. ഇത് തന്നെ വല്ലതെങ്കിലും മാറ്റം ഉണ്ടോ? പയ്യടാ, ഒച്ച വെക്കാതെ. മുത്തച്ഛി ഒരു ചെറിയ ശബ്ദം പോലും മുത്തച്ഛിക്ക് കേൾക്കാൻ പറ്റില്ല ഇപ്പോൾ. ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, ഹാർട്ടിന് പ്രശ്നമാണ്. ഞാൻ പിന്നെ മുത്തച്ഛി പേടിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ പറയാതിരുന്നത്. ഒരു സ്പൂൺ വീണാ പോലും അത് പ്രശ്നമാണ്. ഞാൻ അതുകൊണ്ടാണ്
ഒരുപാട് ഒച്ച ഉണ്ടാക്കണമെന്ന് പറഞ്ഞു മുത്തച്ഛി വിട്ടിരുന്നേ. രാമ 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 രാമ. എടാ ഈ കശേരി ഇളകി കിടക്കുന്നൊരു സംശയം. ടാബ്ലറ്റ് ഒക്കെ ഉണ്ട്, അതിനുള്ള ടാബ്ലറ്റ് ഒക്കെ ഇല്ലേ? ഇതെന്തിനുള്ള ഇത് മരുന്ന്? അതിനാണ്, ഇത് കൈകാല് വേദനക്കൊക്കെ ഉള്ളതാണ്. ഇത് കണ്ട അവിടെ ഇരി. എടാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടാ. ആ. ഇന്ന് മുത്തശ്ശിയുടെ പിറന്നാളാണ്, ആ. അറിയാമല്ലോ. അതുകൊണ്ട്? അപ്പൊ നമുക്ക് ഒരു 19 ലഡു മേടിക്കണം. വേണ്ട വേണ്ട വേണ്ട, ഷുഗർ ഉള്ളതാണ്. ഡോക്ടർ പറഞ്ഞല്ലേ ഷുഗർ ഉള്ളതാണ്, അതുകൊണ്ട് മധുരം ഒന്നും കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞല്ലേ. എടാ ഇത് എനിക്കല്ല. പതുക്കെ പറ മുത്തച്ഛി, മുത്തച്ഛി പതുക്കെ പറ. ഇത് എനിക്കല്ല. പിന്നെ ആർക്കാണ്? നമ്മൾ അയലത്തെ പിള്ളേരെ വിളിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് 19 ലഡു കൊടുക്കണം. അതാണ് പിറന്നാളാവുമ്പം. ആ. പിന്നെ പായസം വേണം. പായസത്തിൽ മധുരം ഇടാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാ പിന്നെ അത് പായസം അല്ല, കഞ്ഞി. കേക്ക് വാങ്ങിച്ച് നമുക്ക് എല്ലാവരും വിളിച്ച് അതൊന്ന് ആഘോഷിക്കണം കേട്ടാ. എന്റെ പൊന്നു മുത്തച്ഛി, ആ. ഇത്ര നിർബന്ധം എന്താണ് ഈ ബർത്ത്ഡേ ഈ വയ്യാത്ത സമയത്ത് ആഘോഷിക്കണമെന്ന്? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. കുഞ്ഞോനെ, എനിക്ക് 65 വയസ്സായി. അതുകൊണ്ട് അടുത്ത പിറന്നാളിന് മുത്തച്ഛി ഇങ്ങനത്തെ വർത്താനങ്ങളൊന്നും പറയല്ലേ. അടുത്ത പിറന്നാളിന് മുത്തച്ഛി നീ ഉണ്ടാവുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് എനിക്ക് ഈ പിറന്നാൾ ആഘോഷിച്ചേ പറ്റുള്ളൂ. അത് ശരി, അപ്പൊ എന്റെ പുക കണ്ടിട്ട് പോകാൻ നിൽക്കുക. ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. എന്തോന്ന് സമ്മാനം? ഒരു 2 മുഴം മുല്ലപ്പൂ. ആ, 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 ആ. എന്റെ മുത്തച്ഛിയുടെ ഈ തലയിൽ ഇങ്ങനെ ചൂടി നല്ല മിടുക്കിയായിട്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ. മുത്തച്ഛി ഇങ്ങനെ സുന്ദരിയായിട്ടിരിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നാലത് വേണ്ട. ആ. അമ്പലത്തിന്റെ അടുത്ത് മുല്ലപ്പൂ വിൽക്കുന്ന പൂക്കാരി വാസന്തി എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു, ഇനി മുല്ലപ്പൂവിന്റെ പേരും പറഞ്ഞ് നിന്നെ അവളെ കണ്ടുപോകരുതെന്ന് കേട്ടാ. ആ, 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 ആ. കടന്ന് ഒച്ച വെക്കാതെ. അയ്യോ എന്താ അയ്യടാ. വേദന ഉണ്ട് ഇവിടെ? അയ്യോ, ഉണ്ട്, 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 ഉണ്ട്. പതുക്കെ പതുക്കെ അകത്ത് വെച്ചിട്ട് കിടക്ക്. ഓ, ഞാനൊന്ന് അകത്തോട് പോയി കിടക്കാം. എത്തി നാട്ടിലെത്തി. ശരി ശരി ശരി. അയ്യോ എന്റെ പിടിച്ചേക്കാൻ പറ്റുന്ന പാടെ. സുന്ദരേശാ, നീ എപ്പോ വന്ന്? എടാ ഞാൻ ഇന്ന് വെളുപ്പിനെത്തി. നമ്മളറിഞ്ഞില്ലല്ലോ ഇത്. ഇത് ആരും അറിഞ്ഞില്ല, ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. സർപ്രൈസ് ആണ്. ഇപ്പൊ ഞങ്ങൾ ഗൾഫുകാരുടെ ഒരു സ്റ്റൈലാണ്. വീട്ടിൽ വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് വന്ന് കയറുന്നു, ആണല്ലേ? അവരെ ഞെട്ടിക്കുന്നു. പക്ഷേ വേറൊരു പ്രശ്നം നടന്നു, ആരോടും പറയാത്തോണ്ട് രാവിലെ ഇത് ഈ സമയം വരെ സിറ്റ് ഔട്ടിൽ കിടന്ന് ഉറങ്ങേണ്ടി വന്നു. അവരെല്ലാം കൂടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി നേരത്തെ. അവര് കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ കുഞ്ഞമ്മയെ വിളിച്ചു പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട്, അവരവിടെ ഉണ്ടോന്ന്. അപ്പൊ അവരവിടെ പറഞ്ഞു സർപ്രൈസ് സംഭവം പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര നാളാടാ കണ്ടിട്ട്. ഞാൻ കുറച്ച് സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം നോക്കടാ. ആണ്ടെ ഗൾഫുകാർ ഇന്നേവരെ കൊണ്ടുവരാത്ത ടോർച്ച്, പിന്നെ ഇന്നേവരെ ഒരു ഗൾഫുകാരൻ കൊണ്ടുപോകാത്ത കുറഞ്ഞ സ്പ്രേ, പിന്നെ അതിനൊക്കെ സമയമുണ്ട്. ഇത് കണ്ട, ഇത് കൊടുക്കണ നിന്റെ ചെറുക്കന് കൊടുക്കണം. ഇത് എന്തോ ഇത്? അതായത് ഈ പിള്ളേരിപ്പോ ഈ ദീപാവലി വിഷുവൊക്കെ പടക്കം പൊട്ടിക്കൂല, ഈ കൈ പൊള്ളും. പിന്നെ ഈ വാഴ സിനിമയ്ക്കകത്ത് പിച്ചുകൂടാണ് ഓടി വന്ന് മറിഞ്ഞു വീണ ഓർമ്മ. ഇതൊന്നും ഉണ്ടാകില്ല. ഇത് ഇലക്ട്രോണിക് ഒരു ടോയ് ആണിത്, ഗൾഫിൽ നിന്ന് ഇറക്കിയതാ. ഇത് നമ്മളിങ്ങനെ താഴെ വിളിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഈ പടക്കം പൊടുന്ന ഗുണ്ട് പൊടുന്ന ശബ്ദം ഉണ്ടാവും, പക്ഷെ ആ പടക്കമില്ല. അത് ഭയങ്കര. പിന്നെ എടുക്കാൻ നമുക്ക് പിന്നെ എത്ര വേണം ഇങ്ങനെ റീയൂസ് ചെയ്തോണ്ടിരിക്കുക. ചാർജബിൾ ആണിത്. അപ്പൊ ഇത് പൊട്ടിപ്പോയില്ല? ഇല്ല പൊട്ടിപ്പോയില്ല. എന്നതൊക്കെയാണ് നമുക്ക് അതുപോലെ കിട്ടുന്ന ഒരു സാധനം. നിന്റെ ചെറുക്കനുള്ള അത് അവന് ഞാൻ നേരിട്ടേ കൊടുക്കും. നിനക്ക് അവിടെ എന്താണ് പണി? എനിക്ക് സത്യത്തിൽ അറിയത്തില്ല കേട്ടോ. എന്റെ കൊച്ച ഒന്നും പറയാൻ, ഞാൻ ആദ്യം പിന്നെ അറബിയുടെ ഡ്രൈവറായിട്ടല്ലേ പോയത്. ഡ്രൈവറായിരുന്നോ? പിന്നെ പക്ഷെ അത് ക്ലച്ച് പിടിച്ചില്ല, അറബി പറഞ്ഞു വിട്ടു. അതങ്ങനെയാണോ? കുറച്ചാണ് നിൽക്കണം, നല്ല ക്ലച്ച് പിടിക്കുള്ളൂ. അല്ല അങ്ങനത്തെ ഇല്ല. പിന്നെ ഞാൻ അറബിയ ഡ്രൈവർ ആയിരുന്നു. അറബിയായിട്ട് ഇങ്ങനെ പോയപ്പോൾ ക്ലച്ച് പിടിച്ചില്ല, ചെന്ന് ഇടിച്ചു കൊടുത്തു. അങ്ങനെയല്ല അങ്ങനെ പിന്നെ കുറെ നാള് ജോലി ഇല്ലാതെ നടക്കേണ്ടി വന്നു. ആണല്ലേ? അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ, നമുക്ക് അറിയാലോ ശമ്പളവും കാര്യമില്ല. അപ്പൊ അങ്ങനെ എന്റെ ഒരു കൂട്ടുകാരനെ കണ്ടപ്പോ നമ്മുടെ ഇതാ അവസ്ഥ എന്ന് പറഞ്ഞപ്പോ അവനൊരു 3 റിയാൽ എനിക്ക് തന്നു. അയ്യോ, അത് നല്ല മനുഷ്യൻ. അതെ 3 റിയാൽ തന്നു. അതില് 1 റിയാല് ഞാൻ ഫുഡൊക്കെ കഴിച്ച് എന്തായാലും അത് ആദ്യം നടക്കട്ടെ. നന്നായി. ടൂർ ചെയ്യാലോ? ഫുഡ് കഴിച്ചല്ലേ ഉള്ളൂ, ഒന്ന് ദഹിക്കട്ടെ. ഞാൻ പറയാൻ ഞാൻ ഇതെടുത്തു, റൂമിന്റെ കാര്യങ്ങളും ബാക്കി സെറ്റപ്പ് ഒക്കെ ആയിട്ട് അങ്ങനെ ഞാൻ പിടിച്ചിരിക്കരുത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അറബിയുടെ കുക്കായിട്ട് കയറി. അറബിയുടെ കുക്കായിട്ട് കയറി. ഇവിടെ നല്ല ഇതൊക്കെ വെക്കുമല്ലോ, ഇനി എല്ലാം അറിയാലോ നമ്മൾ കൂടുമ്പോ ഓർമ്മയുണ്ടോ. പിന്നെ അപ്പൊ അങ്ങനെ അറബി എന്നോട് ചോദിച്ചു എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കും അറിയാൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാറോട് ഞാൻ പറഞ്ഞു കേരള ഉണ്ടാക്കും, ചൈനീസ് ഉണ്ടാക്കും, കോണ്ടിനെന്റൽ ഉണ്ടാക്കും, അറബിക് ഉണ്ടാക്കും,
അപ്പൊ തന്നെ പുള്ളി പൊക്കോളാൻ പറഞ്ഞ് അടിച്ചിറക്കി വിടുമായിരുന്നു. അതെന്നെ പണി ഞാൻ കാണിച്ചു. ആരും പറഞ്ഞപ്പോ ഇറക്കി വിടുന്ന കാര്യമുണ്ടോ? പിന്നെ അറബിയുടെ മുഖത്ത് നോക്കി അറബിക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ പുണ്യം വിടും. അവിടെ ഈ നമ്മുടെ മണൽക്കാറ്റടിക്കും എന്ന് പറയുന്നത് ശരി. ഈ മണൽക്കാറ്റ് അടിക്കുമ്പോൾ എളിയാ ഏറ്റവും കൂടുതൽ ദോഷം എന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ ദോഷം. അതന്നെ വെള്ളം കിട്ടൂല അവിടെ. അപ്പൊ നമ്മളൊന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ വാഷ്റൂമിൽ പോകണമെങ്കിൽ പോലും വെള്ളം കിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവിടെ. ഒരു ബക്കറ്റ് മണലുമായിട്ട് അങ്ങോട്ട് കയറാത്ത എന്ത്? ഞാൻ കപ്പലണ്ടി പറക്കാനല്ല അതിനകത്തോട്ട് കയറുന്നു. മണലുമായിട്ട് പോവാ കേട്ടോ. നിനക്ക് വല്ല ബോധമുണ്ടടാ? ഗൾഫാണ് നീ. വേറൊരു ലോകം അല്ലേടാ? പിന്നല്ലേ. ഇപ്പൊ തന്നെ എന്താണെന്നറിയാമോ, ഞങ്ങൾ ഗൾഫുകാർക്ക് അറിയാവുന്ന പല കാര്യമൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ ഇറാനും അമേരിക്കയായിട്ട് യുദ്ധം നടക്കുക. നമ്മളെ ഗൾഫ് കൺട്രീസിനെ കുറെ അധികം ബാധിച്ചിട്ടുണ്ട്. അറിയാമോ? ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കാം. നമ്മളിവിടെ ടി വിയിൽ കാണുന്നത് ഒന്ന്, അതെ, നമ്മളോട് പറയുന്നത് ഒന്ന്, പലരും പലതാ പറയുന്നത്. അതെ അതെ അതെ. സത്യത്തില് എന്താ പ്രശ്നം? സത്യത്തിൽ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ അത് നിങ്ങളെ പോലെ ലോക്കൽസിന് പറയാൻ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല എത്ര പേർക്ക്. കാരണം ഞാൻ എന്താ അറിയാമോ, അതെ അതെ, ഈ ആഗോളവൽക്കരണം അല്ലടാ അത്. മിസൈൽ അങ്ങോട്ട് പോകുന്നു, ഒരു സൈഡ് ഈ കുറെ പേര് റോക്കറ്റ് വിടുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അങ്ങനത്തെ ഒരു ഇതാണ്. നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ യുദ്ധം അവിടെ നടക്കട്ടെ, റോക്കറ്റ് വിടുന്നവർ റോക്കറ്റ് വിടട്ടെ, അതിനെന്താ, അതൊന്നും പ്രശ്നമില്ല. പിന്നെ അതെന്താ നിങ്ങളെ പോലെ ലോക്കൽസ് മലയാളികൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ എങ്ങനെയാ ഞാൻ പറയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നിന്റെ ഒരു മാമി, ഈ മാമിയുടെ പേരാണ് ഇറാൻ. മാമിയുടെ പേര് ഇറാൻ, ഞാൻ അമേരിക്ക. ഞാൻ നിന്റെ മാമിയോട് ഒരു ഉമ്മ ചോദിച്ചു. കഥ പറയുന്ന മനസ്സിലാക്കി തരാൻ വേണ്ടി. ഇറാനായ നിന്റെ മാമിയോട് അമേരിക്കയായ ഞാനൊരു ഉമ്മ ചോദിച്ചു. നിന്റെ മാമി ദേഷ്യപ്പെട്ടു, എനിക്കിട്ടൊരു അടി അടിച്ചു. ഇറാന്റെ അടി കൊണ്ടാ അമേരിക്ക ചുമ്മാ ഇരിക്കുമോ? ഒരു ഉമ്മ ചോദിച്ചതിന്റെ പേരാണ് നിന്റെ മാമി എന്നെ അടിച്ചത്. ഈ ദേഷ്യം എല്ലാം കൂടെ തിരിച്ച് ഈ അമേരിക്ക ഞാൻ എന്ത് ചെയ്തു, ഇറാനിട്ട് അങ്ങ് നേരെ കൊടുത്തു പണി. നിന്റെ മാമിക്ക് അങ്ങ് പണി കൊടുത്തു. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ മാമി അറിയുന്നുണ്ടാ? ഏത്? അല്ല, എന്റെ മാമി ഇതുപോലെ അറിയുന്നുണ്ടോ? ഏത്? മാമിയുടെ ഒരു ഉമ്മ ചോദിച്ചതാണ് ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം അല്ല നീ അങ്ങനല്ലടാ, നീ ആദ്യം പറഞ്ഞ എന്തുവാണ്? ഇതെന്തൊരു കഥകളാ, നിനക്ക് മനസ്സിലാവാനാന്ന് പറഞ്ഞത്. അവിടെ യുദ്ധം നടക്കട്ടാ, നീ ആവശ്യമില്ലാത്തതും പറഞ്ഞു അതേ കയറി അങ്ങ് പിടിച്ചങ്ങ് പോകുവാനി. നീ മിടുക്കനായി കേട്ടടാ. പിന്നെ പിടുക്കനായെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡും നമ്മുടെ രീതിയൊക്കെ അങ്ങനല്ലടാ. ഫുഡൊക്കെ എങ്ങനെയാടാ അവിടെ? രാവിലെ ഞാൻ താമസിക്കുന്നുണ്ട്, താഴോട്ട് ഇറങ്ങും. ഞാൻ ഇറങ്ങുമ്പോഴത്തേനും അവിടെ ഈ ബർഗർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആടാ. അപ്പൊ അങ്ങനെ രാവിലെ ഞാൻ ചെല്ലും. അപ്പൊ ജസ്റ്റ് അപ്പൊ ആ കടപ്പുറത്ത് ഒരു ഈന്തപ്പഴം നിൽക്കണം, വലിയ ഈന്തപ്പന. അപ്പൊ പിന്നെ ഞാൻ വെറുതെ അങ്ങനെ ജങ്ക് ഫുഡ് കഴിക്കണ്ടല്ലോ. അപ്പൊ ഒരു 2-3 ഈന്തപ്പഴം എടുത്ത് തിന്നു വെച്ചിട്ട് വെള്ളം കുടിക്കും, അങ്ങനെ പോകും. പിന്നെ ഉച്ചക്കിറങ്ങും. ഉച്ചക്കിറങ്ങുമ്പോൾ അവിടെ കുഴിമന്തി അങ്ങനത്തെ വലിയ സെറ്റപ്പ് അല്ലടാ. അപ്പൊ ഞാൻ വെറുതെ ഈ ജങ്ക് ഫുഡ് കഴിച്ചെന്തിന് ഞാനൊരു 2 ഈന്തപ്പഴം പെറുക്കി വെച്ചിട്ട് വെള്ളം കുടിക്കും. നമ്മൾ സിനിമ വൈകുന്നേരം പിന്നെ ഇറങ്ങും. അവിടെ ചെല്ലുമ്പോൾ ഈ അൽഫാമ് ഗൽഫാമ് എന്തിനാ വെറുതെ വയറ് ചീത്തയാക്കണേ. ഞാൻ 2 ഈന്തപ്പഴം കഴിച്ചിട്ട് വെള്ളം കുടിക്കും. സത്യം പറഞ്ഞാൽ ആ ഈന്തപ്പനം പച്ചവടം ഇല്ലാതെ ഞാൻ പട്ടിണി നടത്തി ചത്തു പോത്തോളാം. ഈന്തപ്പഴം വെള്ളം കുടിച്ചാ ജീവിക്കുന്നേ. പിന്നല്ല, നിന്നോടായോണ്ട് ഉള്ള കാര്യം ഉള്ള പോലെ. ബിസിനസ് ഒക്കെ ഇവിടെ തുടങ്ങണം. എന്താ ബിസിനസ്? എനിക്ക് ഞാൻ തുണിക്കട തുടങ്ങിയായിരുന്നു. തുണിക്കട തുടങ്ങിയാ? അത് എവിടെ? രണ്ട് നിലയിൽ. ഇവിടെ ജംഗ്ഷനില്ല. താഴെ ഷർട്ടും മേളി പാന്റ്. 3 വർഷം നാട്ടിൽ നിന്ന് മാറി ഓരോ അവത്ത ഓരോ പയ്യന്മാരുടെ ഓരോ പാട്ടിന്റെ സ്റ്റൈലേ. പണ്ടൊക്കെ താഴെ പാന്റ് മേളി ചട്ടുമായിരുന്നു. അപ്പം മേളി പാന്റ് താഴെ ചട്ടു വന്നു. എന്തൊരു ഇതര. അതല്ലടാ, മേളത്തെ നിലയിൽ പാന്റ്, താഴത്തെ നിലയിൽ ഷർട്ട്. പിന്നെ ഈ സാധനങ്ങളൊക്കെ അമ്മൂമ്മ എന്തിനാ? അമ്മൂമ്മയെന്ന് വിളി. പിന്നെ 3 വർഷം കഴിഞ്ഞ് ഞാൻ അമ്മൂമ്മ അറിയാലോ. എന്നെ ഇത്രയേ ഉള്ളപ്പോ നോക്കുന്ന ഭയങ്കര കാര്യമാണ്. അറിയാലോ, ഭയങ്കര ഇഷ്ടത്തില്ല. അമ്മൂമ്മ. പിന്നെ വേറെ കാര്യമുണ്ട്. ഇന്ന് അമ്മൂമ്മയുടെ ഒരു സംഭവമാണ്. എന്നോട് പറഞ്ഞാൽ നീ ഞെട്ടും. എന്താടാ? ഇന്ന് അമ്മൂമ്മയുടെ ബർത്ത്ഡേ ആടാ. ബർത്ത്ഡേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന. ഒരു കാര്യം ചെയ്യും, അമ്മൂമ്മയെ വിളി, ഒരു സർപ്രൈസ്. വേണ്ട, അതല്ല വേറെ. ഞാൻ വന്നും തറച്ചിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാം. വേറെ ഞാൻ കിടിലൻ സർപ്രൈസ് ഞാൻ കൊടുക്കും. അതല്ല നമ്മൾ ഗൾഫുകാർ ഒരു സ്റ്റൈലാണ് സർപ്രൈസ് കൊടുക്കും നമ്മൾ. അമ്മൂമ്മയുടെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഒരു രാവിലെ ഒന്നും പറ. നീ അമ്മ വിളി. രാവിലെ ഒന്നും പറയാൻ എനിക്കൊന്നും കേട്ടോ. അമ്മ വിളി, ഞാൻ സർപ്രൈസ് കൊടുക്കുന്നു. ഒരു സർപ്രൈസ് ഞാൻ കൊടുക്കും. ഞാൻ കൊടുക്കും. അഞ്ഞാ കൊടുക്കും. അങ്ങനത്തെ കൊടുക്കും. നീ വിളി. അമ്മൂമ്മ വിളി, സർപ്രൈസ് കൊടുക്കാറേ. നീ മിണ്ടാതെ അമ്മൂമ്മ വിളിക്കാൻ പറയും. രാവിലെ എന്റെ കൊച്ച ഒന്നുമില്ല. അമ്മൂമ്മ വരുമ്പോഴത്തേന് ചാടി ഫ്രണ്ട് കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ അമ്മൂമ്മ. അത്രേ ഉള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് ഇല്ലെന്ന് നീ ഒന്നും പറഞ്ഞു. നീ അമ്മ വിളിച്ചാച്ച പോയി. പിന്നെ അവൻ ഇനി പറഞ്ഞു. എന്റെ കൂട്ടുകാരൻ ഇവിടെ ഇരിക്കാം. ഇതെടുത്ത് വെച്ച് കീച്ചു കൊടുക്കാം. ഉമ്മ വരുമ്പോ മറഞ്ഞിരിക്കാം. അതിന്റെ വരുമ്പോ ഹാപ്പി ബർത്ത്ഡേ ടമ്മു. എന്നെ അത് ഇത്ര ഉള്ളപ്പോ അങ്ങനെ എന്നെ ജീവനാ അങ്ങനത്തേതാ കേട്ടോ. ഞാനേ നടക്കുമല്ലായിരുന്നോ? ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഞാൻ വന്നപ്പോ. ഞാൻ പറഞ്ഞില്ലടാ കശേരുവിന്റെ ഒരു കസേര നമുക്ക് പിടിച്ചോണ്ടിരിക്കാതെ. എന്താണ് നീ വിളിച്ചേ? അവിടെ നിൽക്കിയ ഒരു കാര്യമുണ്ട്. ഇരിക്കാതെ
അങ്ങനെ അങ്ങ് വന്നിട്ടോ അങ്ങോട്ട് ഇരിക്കാൻ പോവാണോ? ഇവിടെ നീ കാര്യം പറയടാ അങ്ങോട്ട്. അവിടെ ഇരുന്ന് അവിടെ. ഹാപ്പി ബർത്ത്ഡേ അമ്മമ്മ. പട്ടി നീ എന്തോടാ കാണിച്ചത്? എന്റെ വൃത്തികെട്ട പരിപാടിയാണ് കാണിച്ചത്. എടാ, അമ്മൂമ്മയ്ക്ക് ഒരു സ്പൂൺ വീഴുന്ന ഒച്ച പോലെ കേൾക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. എനിക്കറിയാം നിനക്ക്. ഞാൻ രാവിലെ അമ്മൂമ്മയെ കൊണ്ട് ഡോക്ടറെ പോയിട്ട് വന്നല്ലോ പട്ടി. എടാ, അത് വായി വെച്ചോണ്ടിരുന്ന എനിക്കറിയാം, പറയണ്ടടാ. എടാ, അത് പറയാനാണ് എത്ര വർഷം ഞാൻ നിനക്ക് വന്നത്. നീ എന്നെ കൊണ്ട് പറയിച്ചാടാ അത്. ഞാൻ വിചാരിച്ചു ചേരാത്ത വിൽക്കും വെച്ചോണ്ട് നീ വേറെ എന്തായാലും പറയാം. എടാ, എന്റെ അമ്മൂമ്മ കിടക്കുന്ന കടപ്പ് കേട്ടാ. ഞാനൊന്നും ചെയ്തല്ല. അടിക്കും ഞാൻ പറഞ്ഞു കേട്ടാ. നീ കയറി വന്നിരിക്കുക പന്നി. എടാ, ഇത് അടിക്കും ഞാൻ. എന്ത് ചേടാ? എടാ, ഇത് എങ്ങനെ? ഞാൻ പറഞ്ഞത് നീ ഇങ്ങനെ അറിയുന്നത്. എടാ, ഞാൻ എനിക്ക് സർപ്രൈസ് അങ്ങനെ സർപ്രൈസ് ഇങ്ങനെയാണോ കൊടുക്കുന്നത്? അമ്മൂമ്മ ഇപ്പൊ വേണ്ട. അമ്മയുടെ കടപ്പ് കേട്ടാ. ഞാൻ എന്ത് ചെയ്യണം? പിന്നെ മിണ്ടല്ലേ മിണ്ടല്ലേ അമ്മമ്മോ, അമ്മമ്മോ, ഒരു കാര്യം ചെയ്താലാ? സ്പ്രേ എടുത്ത് കാണിച്ചാലാ? സ്പ്രേ എടുത്ത് കാണിച്ചാലാണ്. ശ്വാസം തീരോട്ട് വരുന്നുണ്ടെന്ന് ടോർച്ച് അടിച്ച് നോക്കാമല്ലേ? അങ്ങനെ നോക്കട്ടെടാ, വിഷമിക്കാതെ ഞാൻ ചെയ്തു തരും. എന്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധത്തോടെ ഞാൻ ചെയ്തു തരണം. നിന്റെ അപ്പനുമായിട്ട് നിന്നെക്കാട്ട് കൂടുതൽ കമ്പനി ഞാനാ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുമാണ് ഒരു 1 ലിറ്റർ മേടിച്ച് സ്ഥിരം അടിച്ചോണ്ടിരുന്നത്. ഉള്ള കാര്യം പറയാലോ. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് ശരി, ഞാൻ സെറ്റ് ചെയ്ത് തരാം. എന്ത് സെറ്റ് ചെയ്യാൻ? ഞാൻ തെറ്റ് ചെയ്ത് തരാം. അപ്പൊ എന്റെ അമ്മൂമ്മ ഇങ്ങനെ നടക്കുമ്പോ ഞാൻ അടിക്കണമെന്നാണ് നീ പറയുന്നത്? പിന്നെ 2 എനിക്ക് തന്നിട്ട് നിന്റെ അപ്പൻ അമ്മമ്മയ്ക്കല്ലാടാ ബാക്കി സാധനം കൊണ്ട് കൊടുക്കണേ. അതുകൊണ്ട് നീ ചെയ്യാൻ പോണു. ഇപ്പൊ ഞാൻ റെഡിയാക്കല്ല, ഗൾപ്പല്ലേ ഇത്. ഇപ്പൊ ഞാൻ റെഡിയാക്കല്ല. ഉണ്ടാ കുപ്പി പൊട്ടിച്ചത് പിന്നെ മണം വരുന്നുണ്ട. മണം വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട. കണ്ട ഒരു ശബ്ദം കേട്ടാ. അത്രേ ഉള്ളു കണ്ടോ. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ചുമ്മാ മനുഷ്യരായിട്ട് ആദ്യം കേട്ടാ. ഇലക്ട്രിക്കടാ. നീ എപ്പ വന്നത്? എന്റെ അമ്മൂമ്മ ഞാൻ രാവിലെ വന്നത്. ഇവൻ ചുമ്മാതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ആദ്യം കയറ്റി. പിന്നല്ലേ എന്റെ അമ്മൂമ്മ പറഞ്ഞാലായിട്ട് ഓടി വന്നു. സംഭവം എന്നറിയാം, ഇവൻ പറഞ്ഞ അമ്മൂമ്മയുടെ പിറന്നാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് സർപ്രൈസ് തരാന്നു. അപ്പൊ ഇത് ഇവന്റെ കൊച്ചിനെ ഞാൻ കൊണ്ടുവന്ന. അപ്പൊ ഈ സാധനം ചുമ്മാ എടുത്ത് ഇങ്ങനെ തേട്ടെ. പേടിക്കണ്ട, മദ്യം ബാക്കി ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ അമ്മൂമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ് എന്ന് നമുക്ക് കാര്യക്കാരെടുത്ത് ചോദിക്കാം. നസീർക്ക കൊള്ളായിരുന്നു കേട്ടോ. അമ്മമ്മ വേഷം ആദ്യമായിട്ടല്ലേ ചെയ്യുന്നേ? അതെ അതെ. അല്ല, ഇവിടെ ഒരുപാട് ഫീമെയിൽ വേഷം ചെയ്തെങ്കിലും ഈ ഒരു പ്രായത്തിലുള്ള അമ്മയായിട്ട് ആദ്യമായിട്ട്. ശരിയാ. പക്ഷെ ഒരുപാട് ചെയ്യാൻ പറ്റും കേട്ടോ. ശ്യാം വന്നപ്പോഴാണ് സാധനം ഒന്ന് കൊഴുപ്പ് കയറിയത്. ആ കൊഴുപ്പ് കയറിയതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം 2 സാധനം പഴയതെടുത്ത് ഇവിടെ പോളിഷ് ചെയ്യുകയും ചെയ്തല്ലേ? ഈന്തപ്പഴവും മേലി പാൻറ് താഴെ ഷർട്ടും. ആരെടുത്താ കളിക്കുന്നത്? അതില്ല, അത് സാധനം ഇല്ല. റിഹേഴ്സൽ പറയില്ല. ഇപ്പോഴത്തെ എന്തുകൊണ്ടാ കഴിക്കുന്നതെന്ന് അന്ന് പോയില്ല. അത് എത്ര കാലമായ സാധനമാണെന്നറിയോ? എന്താണെന്നറിയോ, നമ്മളെല്ലാം ഫ്രഷ് കൊടുത്തോണ്ടിരിക്കുകയല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഇത് വരുമ്പം ഈ പായസത്തിൻ്റെ അത് മണ്ണെണ്ണ വീണ പോലെ ആയിപ്പോകും. അതാണ് ഒരു വലിയ വിഷയം. ഈ സാധനം നല്ലതാണ്. ആ കളിപ്പാട്ടം ഇലക്ട്രോണിക്കിൻ്റെ ആ സാധനം എറിഞ്ഞ് പൊട്ടിക്കുന്ന അത് ആ പാറ്റേണും ആ ഏരിയ ഒക്കെ നല്ല രസമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ചെയ്ത് ഒപ്പിച്ചു. പക്ഷേ എങ്കിൽ പോലും ഞാൻ അതിനെ തന്നെ എപ്പോഴും ഒന്ന് പ്രൊമോട്ട് ചെയ്ത് പറയും ആ ഒരു സാധനത്തിന്. കാര്യം അതിനും ആൾക്കാർ ചിരിച്ചു. അത് കേൾക്കാത്തവരായിരിക്കും. നമ്മളത് കണ്ടുകൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ തന്നെ ഇത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. പല സ്റ്റേജിലായിട്ട് ഞാൻ ഈ സാധനം കളിച്ചിട്ടുണ്ട്. കൗണ്ടർ എന്നെ പറഞ്ഞപ്പോ അപ്പം അല്ല, മാക്സിമം അത് നമുക്ക് എല്ലാവർക്കും ഗുണമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഫ്രഷ് പുതിയതുണ്ടാകില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഞാനത് ഇപ്പൊ ചോദിച്ചപ്പോ ഞാനും ആലോചിച്ചു ഇവൻ എന്തോ പറയാൻ പോണെന്ന്. ഞാൻ അപ്പൊ ചോദിച്ചതേ ഉള്ളൂ. നീയാണ് ഇവിടെ കൊണ്ടുവന്ന് 5 കലക്കിയത്. അല്ല, ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വന്നപ്പോ ഞാൻ അവിടെ എന്തൊക്കെ കഴിക്കുന്നത്. അത് പോട്ടാന്ന് പറഞ്ഞപ്പോ അല്ലടാ പറയടാ. അപ്പൊ അങ്ങനെയുള്ളത് മാക്സിമം നമ്മൾ ഉപേക്ഷിക്കാൻ നോക്കുക. കാര്യം അത്രയും ഒരു സമയം നമുക്ക് മാറി കിട്ടുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാര്യം ഉള്ള പേരും കൂടെ ഇല്ലാതാകും. നമ്മൾ പഴയതെടുത്ത് അടിച്ചു എന്നുള്ളത് നിങ്ങൾക്കേ വരുള്ളൂ കേട്ടോ. നമുക്കായോണ്ട് അങ്ങനെ സംഭവിക്കത്തില്ല. പേയ്മെന്റ് കുറയ്ക്കത്തില്ല എന്ന് വിചാരിക്കും. എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം കുഴപ്പമില്ലാത്ത നിങ്ങൾ കൊണ്ടുപോയി. ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. നല്ല രസമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്ത 3 പേര്. പിന്നെന്താണ് ഈ പറയുന്നത് പോലെ ഇത്രയും നല്ല ഫ്രഷ് സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഈ പറയുന്നൊരു സാധനം വന്ന് കയറുമ്പോൾ ഒരു റിമാക്സ് ആയിട്ട് അത് കൂട്ടും. പക്ഷേ നമുക്ക് ആ ഗ്യാപ്പിൽ ഇപ്പോൾ ശ്യാമിൻ്റെയൊക്കെ ഒരു ഗുണം, ശ്യാം വന്നു കഴിയുമ്പം ഒരു ഓണാണ്.
അത് കാര്യം നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഈ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ സ്പീഡ് ഈ ഒരു സാധനം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഇത് ശ്യാമനുണ്ട് ഈ കാര്യം. ഇതൊന്നും അവർ രണ്ടുപേരും ഈ സാധനത്തെക്കുറിച്ച് പറയുന്നു. ശ്യാമ നിന്നിരുന്ന ആ ക്യാരക്ടർ അടിപൊളിയാണ്. ശ്യാമ നന്നായിട്ട് ചെയ്തു കേട്ടോ. കാര്യം വന്ന് പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു സാധനം. അപ്പോൾ ഇതിനിടയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്യാൻ ഒരു ഗ്യാപ്പ് കിട്ടി നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. പക്ഷേ രാജേഷ് അവിടെ വിടാതെ പിടിച്ചോണ്ട് രാജേഷ് തെറ്റ്. എന്നാലും പെർഫോമൻസ് ബേസിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കൗണ്ടറി പറയുന്ന പോലെ ഒത്തിരി ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ കളിച്ച് വെച്ചൊരു സാധനം അടിപൊളിയായിട്ട്. ബിജു ഭയങ്കര രസമുണ്ടായിരുന്നു. ആ വീഴ്ച രസമുണ്ടായിരുന്നു. നിങ്ങൾ അമ്മയും ചെറുമോനും കൂടെ കുറച്ചുകൂടെ എന്തെങ്കിലും കോമഡി ഉള്ള പോർഷൻസ് ചെയ്യായിരുന്നു കേട്ടോ. അവിടെ പക്ക സീരിയസ് ആയി പോയി. സത്യമായിട്ടോ. നമ്മളൊന്ന് പറഞ്ഞു തുടങ്ങാൻ വെച്ചാൽ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ പരിപാടി ഇത്തിരി ഒന്ന് വർക്കായിരുന്നെങ്കിൽ ഇതിനൊരു ഫ്രെയിം ഉണ്ടായേനെ. ആ ഫ്രെയിമിലേക്ക് ശ്യാം വെറുതെ വന്ന് കയറിയാൽ മതി. പിന്നെ ശ്യാം എന്ത് പറഞ്ഞാൽ ചിരി കിട്ടും. കാര്യം ശ്യാമിനെ അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുക. ആ തുടക്കത്തിലൊരു സാധനം നിങ്ങൾ തമ്മിലൊരു കോമ്പിനേഷൻ. സാധാരണ ബിജു വന്നു കഴിഞ്ഞാൽ ബിജുവിൻ്റെ ഒരു എന്തെങ്കിലും കൗണ്ടറുകൾ ഉണ്ടായിരിക്കും അതിനകത്ത്. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സാധനത്തിന് ലെവൽ മാറിയാനെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. ബാക്കി എല്ലാം ഓക്കെയാണ്. അടിപൊളി. പിന്നെ ഇത് ഞങ്ങളുടെ കുഴപ്പമാണോ അതോ എന്നറിയില്ല. കാരണം എന്നറിയാമോ, നിങ്ങൾ ചെയ്യുന്ന ഓരോ പരിപാടികളും അതിൻ്റെ ഇൻഡ് ഞങ്ങൾക്ക് മനസ്സിലാവും. നീ ആദ്യമേ മറ്റേ ഇലക്ട്രിക്കൽ ബോംബെന്നാ പറഞ്ഞ എടുത്തപ്പോഴും നമുക്ക് മനസ്സിലായി അത് ക്ലൈമാക്സിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഓഡിയൻസിന് മനസ്സിലാവുന്നില്ലെന്ന് അറിയില്ല. പക്ഷേ ശ്യാമിൻ്റെ ക്യാരക്ടർ, അതായത് ഗൾഫുകാരൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. അതായത് യുദ്ധത്തെ ഇത്രയും നിസ്സാരമായിട്ട് കണ്ട ഒരു ഗൾഫുകാരനെ ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് കണ്ടത്. കാരണം എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ വന്നു. അത് യുദ്ധത്തിന് ശേഷം ഇന്നലെ വന്നതാണ്, ബഹ്റൈനിൽ നിന്ന് വന്നതാണ്. അവൻ പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് എന്താണ് യുദ്ധമൊന്നും. പക്ഷേ ശ്യാം ഇവിടെയുള്ള പ്രേക്ഷകർക്ക് വളരെ നിസ്സാരമായിട്ട് ഇത്രയുള്ള യുദ്ധം. ഇനി എപ്പോഴും എടുത്തെടുത്ത് നിങ്ങളെ പെർഫോമൻസിനെ കുറിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീര. രാജേട്ടനായിരുന്നാലും ശ്യാമായിരുന്നാലും ബിജു ആയിരുന്നാലും ഗംഭീരമായിരുന്നു. അപ്പോൾ ഈ അമ്മുമ്മ മകൻ ഒരു ബന്ധം എന്ന സാധനം ഭയങ്കര രസമായിരുന്നു. അമ്മ മിണ്ടരുത്, ഹാർട്ടിൻ്റെ ഓപ്പറേഷനാണ് എന്നൊക്കെ പറഞ്ഞ സാധനം ഭയങ്കര ക്യൂട്ടായിരുന്നു. അപ്പോൾ അവിടെ ചെറിയൊരു ഹ്യൂമറും പരിപാടിയൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഭയങ്കര രസമായിരുന്നു. ടോട്ടലി നോക്കുകയാണെങ്കിൽ അടിപൊളി രസമുണ്ട്. നിങ്ങളെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു. ഓക്കെ, അടിപൊളി. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു സ്കിറ്റിനുള്ള മാർക്സ് എത്രയാണ്? നമുക്ക് നസീറയോട് ചോദിച്ചു തുടങ്ങാം. ഞാനൊരു 10,000 രൂപ കൊടുക്കുകയാണ്. 10,000. അസീസിക്കയോ? സെയിം ടു യു. 10,000 തന്നെ. അപ്പൊ 20,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി നമുക്ക് ഫൈനൽ അറിയാം. പ്രചോദേട്ടാ പിടിച്ചോ. 50,000 രൂപയാണ് ഈ സ്കിറ്റിന് ഇപ്പൊ നേടിയിട്ടുള്ളത്. സന്തോഷമായോ? പിന്നെ പ്രതീക്ഷിച്ചിരുന്നോ? എനിക്ക് വെച്ചാൽ ഞാൻ ഗൾഫിൽ നിന്ന് വന്നതാണ്. ബിജു ചേട്ടന്റെ ഫീമെയിൽ വേഷങ്ങളുടെ ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ എപ്പോഴും സുന്ദരിയായി കണ്ട് പെട്ടെന്ന് വയസ്സായപ്പോ ഒരു സങ്കടം. അടുത്തവണ വീണ്ടും സുന്ദരിയായിട്ട് വരുന്നത് മേക്കപ്പ് ഇപ്പൊ ഒറിജിനൽ പ്രായം അല്ലല്ല, ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്നേ. പേര് അറിയത്തില്ല എന്ന് തോന്നുന്നു. അതെ കേട്ടിട്ടില്ല. ബിജു സദാശിവൻ മാമൻ. അല്ല ശ്യാമേ, ബിജു ഈ രാജേഷ് ഫീമെയിൽ വേഷം പിന്നെ ഈ പ്രായം ഒരു ഫീമെയിൽ ചെയ്യോടാ നീ. രാജേഷ് നന്നായിട്ട് രാജേഷ് അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫീമെയിൽ പ്രായമുള്ള ചെയ്തിട്ടുണ്ട്. ശ്യാം ചേട്ടൻ മമ്മിയായപ്പോ മീശ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അല്ല, ഞാനൊരു പരിപാടി ഉണ്ട് വരുമല്ലോ. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ നമ്മള് ഫസ്റ്റ് സാധനം കത്തിക്കില്ലേ, പെടപെടാന്ന് പോട്ടില്ല, അതേ സെയിം ആണ് ശ്യാം എന്ന് പറഞ്ഞത്. സാധനം കൊണ്ടുപോയി അത് അവസാനം വരെ എത്തിക്കുക എന്നുള്ളൊരു പരിപാടി. എനിക്കൊക്കെ അറിയാട്ടോ ശ്യാം ചേട്ടന്റെ കുറെ ഫാൻസിനെ. നമ്പർ കൊടുക്കല്ലേ? അല്ല ശ്യാമക്ക് ഞാൻ കല്യാണം കഴിച്ചു, 2 പിള്ളേരുണ്ട്. അത് പറഞ്ഞു സങ്കടപ്പെട്ടു. ഞാൻ ഫാമിലി മാനതാ. മറ്റേ ചെയ്യാൻ പറ്റും. ശരി വിട്ടോ ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഗംഭീര എപ്പിസോഡ് ഗംഭീരമായിട്ട് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എന്റെ പിങ്ക് ലേഡീസ്, നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? ആസ്വദിച്ചെങ്കിൽ ചേച്ചിമാരെ ഒരു വലിയ കൈയ്യടി തരിക. ഓക്കെ, എന്റെ കാര്യക്കാർ എൻജോയ് ചെയ്തില്ലേ? ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇനി വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു ഇന്ന് ജോയിൻ ചെയ്തതിൽ. അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിസ് ഇസ് വിമനാക്ഷി സൈനിങ് ഓഫ് ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.